ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോ കേരള PSCയുടെ പുതിയ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കുള്ള വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പോസ്റ്റിലേക്കാണ് നിയമനം. കാറ്റഗറി നമ്പർ വരുന്നത് 215/2025 അപേക്ഷിക്കാവുന്നവരുടെ ഏജ് ലിമിറ്റ് പറയുന്നത് 18 മുതൽ 26 വയസ്സ് വരെയാണ്. OBCക്കും SC/ST കാൻഡിഡേറ്റ്സിനും വയസ്സിളവ് ലഭിക്കുന്നതായിരിക്കും. +2 പാസ്ഡാണ് അടിസ്ഥാന യോഗ്യത. ഇനി പറയുന്ന ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത്. ജനറൽ കാറ്റഗറിക്ക് 152 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് വേണ്ടത്. SC/ST കാൻഡിഡേറ്റ്സിന് 150 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് വേണ്ടത്. മറ്റുള്ള പോസ്റ്റുകളിലേക്കുള്ള ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റുകളിൽ നിന്നും ഈ പോസ്റ്റിലേക്ക് ഒരു വ്യത്യാസം വരുന്നുണ്ട്. അതായത് നീന്തലിൽ കഴിവുണ്ടായിരിക്കണം. നീന്തലിലേക്കുള്ള കഴിവ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്വിമ്മിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നതായിരിക്കും. സ്വിമ്മിംഗ് ടെസ്റ്റിൽ 50 മീറ്റർ 15 മിനിറ്റിനുള്ളിൽ നീന്തണം. പിന്നെ 2 മിനിറ്റ് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യാനുള്ള കഴിവും കൂടി ഉണ്ടായിരിക്കണം. ഇതാണ് ഒരു അഡീഷണൽ റിക്വയർമെൻ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നത്. അടുത്തത് വരുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ്. അതിൽ 100 മീറ്റർ റൺ, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഷോട്ട് പുട്ട്, 200 മീറ്റർ റേസ്, ത്രോ ബോൾ, ഷട്ടിൽ റേസ്, സ്കിപ്പിങ്, ഇങ്ങനെ 8 എണ്ണമാണ് വരുന്നത്. ഈ 8 എണ്ണത്തിൽ മിനിമം 5 എണ്ണമെങ്കിലും ക്വാളിഫൈ ചെയ്തിരിക്കണം. ഇത്രയുമാണ് സെലക്ഷൻ പ്രൊസീജിയർ. ഇനി ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യേണ്ട അവസാന തീയതി വരുന്നത് സെപ്റ്റംബർ 9, 2025 കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് അവരുടെ പ്രൊഫൈൽ വഴി ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാം. എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ലാസ്റ്റ് ഡേറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ജോബ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.